സിനിമയിലായാലും ജീവിതത്തിലായാലും നേർവഴിക്ക് നടത്താൻ ഗുണദോഷങ്ങൾ പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായില്ലെങ്കിൽ സംഭവിക്കുക എന്താണ്? അങ്ങനെ ഒരു കാര്യമാണ് റഹ്മാൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമ വളരെ സന്തോഷത്തോടെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചത് റഹ്മാൻ എന്ന യുവ നടനെയാണ്. അതാകട്ടെ പത്മരാജൻ്റെ കൂടെവിടെ എന്ന സിനിമയിലൂടെ വന്ന റഹ്മാൻ്റെ ആദ്യത്തെ നായിക സുഹാസിനിയാണെന്ന് ആലോചിക്കണം. സുഹാസിനിയുടെ ആദ്യത്തെ മലയാള സിനിമയുമാണെന്ന് ആലോചിക്കണം. രണ്ടുപേർക്കും മലയാളം അധികം അറിയില്ല, അധികം തീരെ അറിയില്ല. എന്നാൽ റഹ്മാൻ മലയാളിയാണ്, നിലമ്പൂരുകാരനാണ്. പക്ഷേ അച്ഛനും അമ്മയും എല്ലാം വിദേശത്ത്. റഹ്മാൻ പഠിക്കുന്നത് ഊട്ടിയിലെ പ്രശസ്തമായ സ്കൂളിലും. അങ്ങനെ ആ പഠിക്കുന്നതിനിടയിലാണ് പത്മരാജൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നതെന്ന് ആലോചിക്കണം. സുഹാസിനി തമിഴ്നാട്ടുകാരിയാണ്, മലയാളം അധികം അറിയില്ല. അപ്പോൾ ലൊക്കേഷനിൽ സത്യത്തിൽ ഇവർ രണ്ടുപേർക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ രണ്ടുപേരും ഇംഗ്ലീഷിലാണ് സംസാരിച്ച് കൂട്ടുകൂടിയെന്ന് ആലോചിക്കണം. ആ സിനിമ വൻ വിജയമായി മാറി. നല്ലൊരു ചെറുപ്പക്കാരനെ ആൺകുട്ടികൾ പോലും ചെറുപ്പക്കാർ പോലും കൊതിക്കുന്ന രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരനെ മലയാള സിനിമയ്ക്ക് കിട്ടി. പിന്നെ പെൺകുട്ടികളുടെ കാര്യം യുവതികളുടെ കാര്യം പറയാനുണ്ടോ? അങ്ങനെ റഹ്മാൻ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം, നല്ല രീതിയിൽ റഹ്മാൻ വളർന്നു മലയാള സിനിമയിൽ. മമ്മൂട്ടി മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ റഹ്മാൻ അഭിനയിച്ച കുറേ നായികമാർ ലിസ്റ്റ് എടുത്ത് നോക്കി. ഒരു പക്ഷേ മറ്റൊരു നടനും കഴിയാത്ത രീതിയിൽ ഇത്രയധികം നായികമാർ വളരെ ചുരുങ്ങിയ കാലയളവിൽ റഹ്മാനോടൊപ്പം അഭിനയിച്ചു എന്നാലോചിക്കണം. എണ്ണമെടുക്കാൻ കാരണം ഞാൻ 1986 ഞങ്ങൾ നാനാ വിശേഷപ്പെടുത്തി ഇറക്കി, വലിയ വിശേഷപ്പെടുത്തി ഇറക്കി. 86 ആലോചിക്കണം. അന്ന് ഒരു 6 മാസത്തെ സിനിമയുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ആ 6 മാസം റഹ്മാൻ്റെ കൂടെ അഭിനയിച്ച നടികളെ കുറിച്ച് എടുത്തു ആലോചിക്കണം. അപ്പം അങ്ങനെ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ തിളങ്ങി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന റഹ്മാൻ. വേറൊരു ദോഷമൊന്നുമില്ല. റഹ്മാൻ്റെ ചെറുപ്പമാണ്, 10, 18, 17 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ റഹ്മാൻ്റെ വേറെ വീട്ടിൽ മറ്റുള്ളവരെല്ലാം വിദേശത്താണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇച്ചിരി കുറുമ്പ് കൂടിയോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. മാത്രമല്ല അത് രസകരമാണ്. കുട്ടികളുടെ ചില പ്രായത്ത് ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിച്ചില്ലെങ്കിലേ കുഴപ്പമുള്ളൂ എന്ന് വിചാരിക്കുന്ന പോലെ റഹ്മാൻ്റെ ആ കുസൃത്തരങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ ഇരിക്കണ റഹ്മാൻ തമിഴ്നാട്ടിൽ ഇവിടെ തിരക്ക്, ഭയങ്കര തിരക്കെന്ന് പറയാം. മലയാള സിനിമയിൽ ഭയങ്കര തിരക്കുള്ള സമയത്താണ് തമിഴ് സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയത്. അത് ആരുടെ പടമാണെന്ന് ആലോചിക്കണം. ഇവിടെ നമ്മൾ സാജൻ ഗ്രൂപ്പ് കുറേ സിനിമ എടുത്തിരുന്നു. സംവിധായകൻ സാജൻ അല്ല എന്ന് ആലോചിക്കാൻ. ഓറിയൻ്റൽ ചിട്ടി ഫണ്ടിൻ്റെ ഉടമസ്ഥനായിരുന്നു സാജൻ. കുറച്ച് നല്ല കുറേ സിനിമകൾ എടുത്തിരുന്നു. ആ സാജൻ തമിഴ് സിനിമ എടുക്കാൻ പോവാണ്. റഹ്മാനെ വിളിച്ചു. റഹ്മാൻ നായകൻ, ഫാസിലാണ് സംവിധായകൻ. അപ്പോൾ റഹ്മാൻ സത്യത്തിൽ മലയാള സിനിമ ഇടാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ തമിഴ് സിനിമയിൽ അഭിനയിച്ചാൽ എത്ര ദിവസം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ അഭിനയിച്ച് വരുമ്പോൾ ഇവിടുത്തെ പടങ്ങളൊക്കെ ആയിരിക്കും. ഇവിടുന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഔട്ടാകാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം ശരിക്ക് സാജനോട് റഹ്മാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഫാസിലല്ലേ, ഫാസിൽ വളരെ വേഗത്തിൽ, ഫാസിൽ സിനിമ അറിയാലോ, പിന്നെ നാദിയ മൊയ്തുവാണ് നിൻ്റെ നായിക. അങ്ങനെ ഒടുവിൽ സമ്മതിച്ചപ്പോഴാണ് പിന്നീട് അറിഞ്ഞത് ഫാസിലല്ല സിനിമ ചെയ്യുന്നത്. നമ്മുടെ തമിഴിലെ സൂപ്പർ നടൻ വിജയിൻ്റെ അച്ഛൻ SA ചന്ദ്രശേഖറാണ് സിനിമ. ചന്ദ്രശേഖർ ആണെങ്കിൽ അവിടുത്തെ ഒരു ഹിറ്റ് മേക്കറാണെന്ന് ആലോചിക്കണം. നമ്മുടെ മലയാളത്തിൽ ശശികുമാർ സാറിനുണ്ടാകുന്ന സ്ഥാനം തന്നെയാണ് ചന്ദ്രശേഖരനുള്ളതെന്ന് ആലോചിക്കണം. അപ്പോൾ ചന്ദ്രശേഖർ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ നദിയ മൊയ്തുവാണ്, മറ്റേ സാജനാണ്, റഹ്മാനാണ്. സിനിമ ഭയങ്കര ഹിറ്റായി ആലോചിക്കണം. സിനിമ ഹിറ്റായപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിൽ അങ്ങനെ ഹിറ്റായി വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ അവർ ആരെങ്കിലും വേണ്ടെന്ന് വയ്ക്കുമോ? അങ്ങനെ മലയാള സിനിമയിൽ തിരക്കുള്ള പോലെ തന്നെ റഹ്മാൻ തമിഴ് സിനിമയിൽ തിരക്കായി. അപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് സംഭവിക്കുന്നു,
മലയാള സിനിമയിൽ നിന്ന് റഹ്മാൻ ഔട്ടാവേണ്ട ഒരു അവസ്ഥ എത്തുകയെന്ന് ആലോചിക്കണം. അത് റഹ്മാനെ സംബന്ധിച്ച് ഏറെ സങ്കടകരമായ അവസ്ഥയാണത്. കാരണം കെ ബാലചന്ദ്രൻ അടക്കമുള്ളവരുടെ സിനിമയിലെ പുതു പുതു അർത്ഥങ്ങൾ പോലുള്ള സിനിമകൾ അതൊക്കെ കാലിക്കുന്ന വന്നാൽ പ്രണയകഥ സൂപ്പർ സംഭവങ്ങളായി മാറിയെന്ന് ആലോചിക്കണം. നിറയെ സിനിമകൾ. അപ്പം അതിലും പറയുമ്പോൾ രസകരമായ സംഭവമുണ്ട്. ഈ പുതു പുതു അർത്ഥങ്ങൾ സംഭവിച്ചാൽ അതിൽ ഗീതയാണ് ഇയാളുടെ പേരായിട്ട് വരുന്നത്. ഗീത എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അമ്മയ്ക്കായിട്ട് അഭിനയിച്ചുള്ളത്. അത് പഞ്ചാഗ്നി ഗീത തന്നെ, സംശയമൊന്നുമില്ല. അപ്പോൾ റഹ്മാൻ അറിയാം. അപ്പോൾ റഹ്മാൻ എന്നത് പ്രായം, ഗീതയുടെ പ്രായം. അപ്പോൾ അവർ ജോഡിയായാൽ എങ്ങനെ, ആ കാര്യത്തിൽ റഹ്മാൻ ഒരു വല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. കാരണം അത് ശരിയാവില്ല, അത് മിസ്കാസ്റ്റിംഗ് ആണെന്നൊക്കെ റഹ്മാൻ വിചാരിച്ചു. ഇത് മനസ്സിലാക്കിയിട്ടാണോ ഈ ബാലേന്ദ്ര സാറ് റഹ്മാനെ വിളിച്ച്, വേറൊന്നും പറഞ്ഞില്ല, രണ്ടുപേരെയും ഗീതയും വിളിച്ച് നിർത്തിയിട്ട് ഗീതയുടെ ഒരു സ്പെക്സ് വെച്ച് കൊടുക്കുന്നു. ആ സ്പെക്സ് വെച്ച് പ്രത്യേക വേഷം എന്ന് വെച്ചാൽ രണ്ടുപേരും നല്ല ജോഡികളാണ്, പ്രായക്കൂടി തോന്നുന്നൊരു അവസ്ഥ വന്നിരിക്കുന്നതാണ്. എന്നാലും മനസ്സില്ലാ മനസ്സോടെയാണ് തൻ്റെ ഗീതയെ ജോഡിയായിക്കൊണ്ട് റഹ്മാൻ അഭിനയിച്ചു. ആ പടവും ഭയങ്കര ഹിറ്റ്. ആ പടം ഹിറ്റായി മാത്രമല്ല, അത് വേറൊരു തരംഗമായി മാറി എന്നായിരിക്കണം. അങ്ങനെ എല്ലാം കൊണ്ടും തമിഴ് സിനിമയിലെ ഒരു ചെറിയ പുലിയായി റഹ്മാൻ വളരുകയായിരുന്നു. അപ്പോൾ പിന്നെ പൂർണ്ണമായിട്ടും മലയാള സിനിമ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. പക്ഷെ അത് ചിലർക്കൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു, റഹ്മാനെ മലയാള സിനിമയിൽ നിന്ന് ഓടിക്കണമെന്ന് ചിലർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, റഹ്മാന് നല്ല ഒരു സെക്രട്ടറിയുടെ അഭാവമുണ്ടായിരുന്നു, അല്ലെങ്കിൽ റഹ്മാനെ നേർവഴിക്ക് നടത്താൻ പറ്റിയ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 2 ഭാഷകളിലും റഹ്മാൻ അഭിനയിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ റഹ്മാൻ അതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഞാനൊരു വളരെ ചെറുപ്പക്കാരനാണത്, അത്ര മെച്ചുവറായിട്ടുള്ള ആളും കൂടി ഒന്നല്ല. അങ്ങനെ എനിക്ക് പറ്റിയൊരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 2 ഭാഷാ സിനിമകളും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നുള്ള സത്യമാണ്. പക്ഷെ വേറൊരു ഗുണം കൂടി ഉണ്ടായിരുന്ന ആലോചിക്കാം നമുക്കിവിടെ. റഹ്മാൻ ഒരു തിരിച്ചുവരവ് മലയാളത്തിനുണ്ടാക്കി. അതൊരു 1.5 ബ്ലാക്ക് എന്നുള്ള സിനിമ, മമ്മൂട്ടിയുടെ പ്രത്യേക റോളില്ലേ, ലാല് ഒരു വക്കീലായിട്ടുള്ളത്, മമ്മൂട്ടി ഷൺമുഖം ശരിക്കും പോലീസ് ജോലിയാണെന്നൊക്കെ പറഞ്ഞത് അല്ലേ. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള സിനിമയിലെ നല്ലൊരു പോലീസ് ഓഫീസറായിട്ടാണ് ബ്ലാക്കിൽ റഹ്മാൻ വന്നതെന്ന് ആലോചിക്കണം. ഇതൊരു പക്വതയാർന്ന അഭിനയം ആലോചിക്കാൻ. നമ്മളിപ്പോഴും ആ സിനിമ കാണുമ്പോഴേ ഇത്രയും മനോഹരമായിട്ട് ഈ റഹ്മാൻ അഭിനയിക്കാൻ പറ്റുക അതൊരു തിരിച്ചുവരവായിരുന്നു. തിരിച്ചുവരവ് നടത്തിയാലും അന്ന് പോയ മലയാള സിനിമയിലുണ്ടായിരുന്ന അന്നത്തെ ആ ഒരു ഋതമുണ്ടല്ലോ, ആ ഋതത്തിലേക്ക് എത്താൻ റഹ്മാന് കഴിഞ്ഞില്ല. മറ്റു ഭാഷകളിൽ അഭിനയിക്കുന്നത് തെലുങ്കും തമിഴൊക്കെ അഭിനയിച്ചു. ഇപ്പോഴും റഹ്മാൻ മലയാള സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, മറ്റു ഭാഷകൾ അഭിനയിക്കുന്നുണ്ട്, മലയാളം ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ കഴിഞ്ഞതൊന്നും മറക്കാത്തൊരു ചെറുപ്പക്കാരൻ ആലോചിക്കണം. നന്മ നമ്മൾ ചെയ്തിട്ടില്ല, ആ നന്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി എന്തെങ്കിലും ദോഷകരമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് പറയും, ചേട്ടാ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ എഴുതിയില്ലേ, ആ സാരില്ല എന്നും പറയും. പക്ഷേ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. റഹ്മാൻ സിനിമയ്ക്ക് വേണ്ടി തൻ്റെ മകളെ കൂടി കൊടുത്തിരിക്കുന്ന ആലോചിക്കണം. ഒരുപക്ഷെ ഭാവിയിൽ നല്ലൊരു സംവിധായികയായി റഹ്മാൻ്റെ മകൾ വരും. ഇപ്പോൾ പ്രശസ്തനായ ഒരു സംവിധായകൻ്റെ കീഴിൽ സഹസംവിധായകയായി റഹ്മാൻ്റെ മകള് ഷൂട്ടിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ തനിക്ക് കിട്ടിയ, അല്ലെങ്കിൽ തൻ്റെ മകള് വരാൻ പാടില്ല എന്നുള്ള ആഗ്രഹക്കാരനല്ല, അങ്ങനെ ഒരുമിച്ച് മകളെ കൂടി സിനിമയ്ക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം റഹ്മാൻ മറന്നിട്ടില്ല, എനിക്ക് പലതും നഷ്ടമുണ്ടായിരുന്നു, എന്നെ ഉപദേശിക്കാൻ ആളുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഭാര്യയും മക്കളുമാണ്. ഇത്തിരി സമയം കിട്ടിയാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും, എൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് വെക്കും, ഒപ്പം ഒരു ഭാഗത്ത് സിനിമയും.